ഇന്ന് 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങിയ ദിവസമാണ്. ഇന്ന് മലയാളം പരീക്ഷയായിരുന്നു. താമരശ്ശേരി എളേറ്റിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 49ാം മുറിയിൽ അവസാന ബെഞ്ചിൽ 628307 എന്ന റോൾ നമ്പറുകാരൻ വരേണ്ട ഭാഗം ഒഴിഞ്ഞുകിടക്കുകയാണ്. പക്ഷേ പ്രതിപട്ടികയിലുള്ള 5 പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട്. കോപ്പിയടിച്ചവരെ അടക്കം മാറ്റി നിർത്തുമ്പോൾ സർക്കാർ നൽകുന്ന സന്ദേശം എന്തെന്ന് ഷാബാസിന്റെ പിതാവ് തൊണ്ടയിടറി ചോദിക്കുന്നു. സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ചെന്ന് 3 മണിക്കൂർ ചർച്ച ചെയ്തു. കേരളത്തിലെ ലഹരി കൊലപാതകങ്ങളുടെ കണക്കും ലഹരിയുടെ വരവും മുഖ്യമന്ത്രി നിരത്തുമ്പോൾ നിങ്ങൾ എന്തു ചെയ്തു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഈ 9 വർഷമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രോഷാകുലനായി. അഭിസംബോധനയിൽ ക്ഷുഭിതനായ മുഖ്യമന്ത്രി ഒരു വേള നിലവിലെ പ്രതിപക്ഷ നേതാവിനെ പ്രകീർത്തിക്കാൻ വരെ തയ്യാറായി. ലഹരി മാഫിയകൾക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നത് സർക്കാരും സിപിഎമ്മുമാണെന്ന് നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തന പ്രയോഗം ഉദാഹരിച്ച് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ എന്താണ് സർക്കാരിന്റെ സന്ദേശം എന്ന് ചോദിക്കുമ്പോൾ മറുപടി വേണ്ടേ? സ്കൂളുകളിൽ കുട്ടികളെ ലഹരിയിൽ നിന്നും അകറ്റി നിർത്താൻ എന്താണ് പരിപാടിയെന്ന് ജനവും ചോദിക്കുന്നുണ്ട്, രക്ഷിതാക്കളും ചോദിക്കുന്നുണ്ട്. സഭയിൽ റോജി എം ജോൺ പറഞ്ഞതുപോലെ മംഗളപത്രം പാടി അവസാനിപ്പിക്കാനല്ല ചർച്ച. അറിയേണ്ടത് ഈ വൈകിയ വേളയിൽ എന്താണ് ആക്ഷൻ പ്ലാൻ എന്നാണ്.